ഹായ് ഹലോ ഹവാരി ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലായിടത്തും ഉത്സവങ്ങളുടെ സീസണായിട്ടുണ്ടല്ലോ അല്ലേ നാട്ടിൽ. നമ്മുടെ പൂരമായ തൃശ്ശൂരിൽ തൃപ്രയാർ നാട്ടികയിലത്തെ ഒരു ചെറിയ ഉത്സവ കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മുടെ അടുത്തടുത്തുള്ള 2-3 അമ്പലങ്ങളിലെ ഉത്സവ കാഴ്ചകളാണ് കേട്ടത്. പോകുന്ന വഴിയിലെ കാഴ്ചകളും ആളുകളുടെ ബഹളങ്ങളും അതുപോലെ തന്നെ മേളങ്ങളും കാവടിയും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തൃശ്ശൂർ പൂരത്തിന് മുന്നേ ഉള്ള ചെറിയ ചെറിയ പൂരങ്ങളുണ്ടാവില്ലേ, നമ്മുടെ നാട്ടുമ്പുറങ്ങളിലുള്ള ചെറിയ ചെറിയ അമ്പലങ്ങളിലുള്ള പൂരങ്ങൾ, അതുപോലത്തെ കുറേ പൂരങ്ങളുടെ കുറേ ക്ലിപ്സ് ഉണ്ടാവും ഇതിൽ. ആദ്യം നമ്മൾ തളിക്കുളത്തുള്ള ഒരു കാവടിയൊക്കെ കാണാനാണ്. എന്താ കാവടി മഹോത്സവം അങ്ങനെ എന്തോ സംഭവമായിരുന്നത്. ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, ഇക്കാകെ മക്കളും ആണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അത് കാണാനാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ ആദ്യം തന്നെ. അപ്പോൾ അതിൻ്റെ വെടിക്കെട്ടൊക്കെ കാണാം. അപ്പോൾ ഞാൻ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് കുറേ മ്യൂസിക്കൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അധികം വെടിക്കെട്ടുകളൊന്നും ഇടാണ്ടിരുന്നത്. ആ സമയത്ത് അവിടെ ഭയങ്കര മേളോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ കാവടി എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സംഭവങ്ങളും താഴത്തൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഓരോരുത്തരും തലയിൽ കെട്ടി വെക്കുന്നു. അങ്ങനത്തെ പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ട ഓരോരുത്തർ കാവടി എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ല, പക്ഷേ വീഡിയോ കണ്ടിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ ഇതിൻ്റെ ഒപ്പത്തിനുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതും കൂടി കാണാൻ നല്ല രസമുണ്ടായിരുന്നു അത് കേട്ടിട്ടുള്ളതും. അപ്പോൾ അതേ കാവടി എടുത്ത് പോകണ്ടില്ലേ. എനിക്ക് പണ്ട് മുതലേ എന്താണെന്നറിയില്ല, ഈ കാവടി കാണുമ്പോൾ ഒരു പ്രത്യേക അട്രാക്ഷനാണ് കേട്ടോ. ഈ ചെറുപ്പത്തിലേ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള സംഭവങ്ങൾ കാണുമ്പോഴോ എന്താണെന്നറിയില്ല. പിന്നെ ഇങ്ങനത്തെ ഉത്സവ പറമ്പുകളിൽ അങ്ങനെയൊന്നും അധികം ചെറുപ്പത്തിലൊന്നും പോയിട്ടില്ല. അപ്പം എനിക്കുള്ള ഓർമ്മ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മച്ചിയുടെ വീട്ടിലേക്ക് ഇത്തിരി ലോങ് ഡിസ്റ്റൻസാണ്. അതായത് എറണാകുളം ഗുരുവായൂർ ഫാസ്റ്റ് പാസഞ്ചറിലാണ് ഞങ്ങൾ സാധാരണ ഉമ്മച്ചിയുടെ വീട്ടിലേക്ക് പോകാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ദൂരേക്ക് ഇങ്ങനെ പോകുമ്പം നല്ല സ്പീഡിൽ ബസ് പോകുമ്പം ഇങ്ങനത്തെ ഈ കാവടികളോ അല്ലെങ്കിൽ ഇങ്ങനെ അമ്പലത്തിലെ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാളോ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടാകുമ്പം അതുപോലെ ഈ റാലികളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ഇങ്ങനെ റോഡ് ഇങ്ങനെ വീതി കുറവായതുകൊണ്ട്, പണ്ട് ഇങ്ങനെ അത്ര വീതിയുള്ള റോഡൊന്നുമില്ല, വീതി കുറവായതുകൊണ്ട് ആ ഭാഗത്തുമ്പോൾ സ്ലോ ആവും. എന്നുവെച്ചാൽ ഇവർക്ക് ഇങ്ങനെ പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തിട്ട് നമ്മൾ ബസ്സും സ്ലോ ആയിട്ടൊക്കെയാണ് പോവുക. 1 വേ പോലെയൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ ബസ്സിന് പുറത്തേക്ക് നോക്കിയിരിക്കും. ഇതിന് ഭംഗി കണ്ടിട്ട് ഇങ്ങനെ ആൾക്കാർ ഇത്രയും വെയിറ്റുള്ള സാധനം ഒരാളുടെ മേത്തല്ലേ ഇരിക്കുന്നത്, എന്ത് രസമാണ് കാണാൻ. അവരിങ്ങനെ കറങ്ങി പോകുമ്പോൾ അതിൻ്റെ ഭംഗി കാണാൻ ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് എനിക്കത് ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കതാണ് പെട്ടെന്ന് ഈ കാവടിയുടെ ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്നത്. ഇത്ര അധികം കാവടിയൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഒന്നിച്ച് ഇത്ര അധികം കണ്ടിട്ടില്ല. നമ്മളിങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ആ ബസ്സിൻ്റെ വിൻഡോക്കൊക്കെ നോക്കുമ്പോൾ അവളെ കുഞ്ഞു മനസ്സിൽ തോന്നുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് എനിക്ക് പെട്ടെന്ന് ഇത് കാണുമ്പോൾ ഒരു മനസ്സിൽ കുളിർമ ഉണ്ടാവുന്നത്. അത് ഇതുപോലത്തെ ഒന്നല്ല, വേറെ ടൈപ്പൊക്കെയാണ്. ഇപ്പം ഇങ്ങനെ ഭയങ്കര ലൈറ്റ് അറേഞ്ച്മെൻറ്റും LED ലൈറ്റും എല്ലാമായിട്ടുള്ള എന്താ പറയുക ഫുള്ള് തിളങ്ങി നിൽക്കണ കാവടിയൊക്കെ അല്ലേ. പണ്ടിങ്ങനെ പകൽ കാണുമ്പോൾ ഇത്രയൊന്നും ഭംഗിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും അത് തന്നെ എനിക്ക് ഭയങ്കര ഭംഗിയായിട്ട് എൻ്റെ മനസ്സിൽ കിടക്കണ്ടായിരുന്നത്. ഇപ്പോഴും അത് എനിക്ക് അങ്ങനെ ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ആ കുഞ്ഞു മനസ്സിൽ നമുക്ക് കിട്ടുന്ന ആ സന്തോഷങ്ങളുണ്ടല്ലോ, അതാണത്. പിന്നെ ഞാൻ ഇപ്പോൾ അടുത്ത് കാവടി കണ്ടതെന്ന് വെച്ചാൽ 2 വർഷം മുന്നേ നമ്മുടെ ഉമ്മൽക്കുവയിൽ ഒരു പരിപാടിക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇതേമാതിരി 2 കാവടിക്കാർ വന്നിട്ട് ഇങ്ങനെ എന്താ പറയുക കറങ്ങി ഇങ്ങനെ കാണിച്ചു തരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മയും കൂടെ എനിക്ക് വന്നു. 2 വർഷം മുന്നെയാണത്. പിന്നെ ഇതേ ഇപ്പോൾ ഇവിടെ എനിക്കിത് നേരിട്ട് കാണാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ ഇതേമാതിരി ഇപ്പോൾ കുറച്ച് മുമ്പ് എന്നെ റോഡിൽ കൂടെ പോകുമ്പം ഒരു പരിപാടിക്ക് ഇങ്ങനെ കണ്ടായിരുന്നു. അത് 2 എണ്ണം തന്നെ ഉണ്ടായിരുന്നുള്ളൂ, ഇത്ര അധികമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഇനി ഞാനിത് പറഞ്ഞിങ്ങനെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ, കഥ ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പൂരപ്പറമ്പിലെ കാഴ്ചകളിലേക്ക് മാത്രമായിട്ട് അങ്ങോട്ട് പോകാം. കാവടിയും അവിടുത്തെ ജനങ്ങളുടെ ഡാൻസും കാര്യങ്ങളും ബാൻഡും എല്ലാമായിട്ട് നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം.
അപ്പോൾ നിങ്ങളും ഒരു പൂരപ്രേമിയാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടോ? താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക്